ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ആവശ്യത്തിനുള്ള ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തീരെ ഇല്ലാതാകുമ്പോഴോ ആണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളെ ഇത് സാവധാനത്തിലാക്കുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പഞ്ചസാരയും ഉയർന്ന കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനു പകരം ഇൻസുലിൻ അളവ് കൂടാത്ത ഭക്ഷണങ്ങൾ, അതായത് കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണം ദഹനത്തെ നിയന്ത്രിക്കാനും ശരീരത്തിലെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ദൈനംദിന ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. ബ്രസീൽ നട്ട്സ്, മത്തി, മുട്ട, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ സെലിനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. കാരണം അവ ധാരാളം TSH ഹോർമോണുകളും സെലിനിയവും ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ തൈറോയ്ഡ് പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ ഒരു അവശ്യ ധാതുവെന്ന നിലയിൽ അയോഡിൻ സഹായിക്കുന്നു. അതിനാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ മത്സ്യം, ഉപ്പ്, പാലുൽപ്പന്നങ്ങൾ, മുട്ട എന്നിവയിലൂടെ അയോഡിൻ അളവ് വർദ്ധിപ്പിക്കുന്നത് ശരീരത്തിലെ TSH ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ഗ്ലൂറ്റൻ രഹിത ഉൽപ്പന്നങ്ങളുടെ പതിവ് ഉപഭോഗം ഹൈപ്പോതൈറോയിഡിസം നിയന്ത്രിക്കാനും ഫലപ്രദമായി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. തൈറോയ്ഡ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ഗോയിട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കൂടാതെ സോയ, മില്ലറ്റ്, ഉയർന്ന സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയും ഒഴിവാക്കുക. ഉരുളക്കിഴങ്ങ്, ചിപ്സ്, കുക്കീസ്, കേക്കുകൾ പോലുള്ള ഭക്ഷണങ്ങളും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ഒഴിവാക്കുക. കാരണം ഉയർന്ന അളവിൽ ഉപ്പ് ചേർത്ത് സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ പലപ്പോഴും ധാതുക്കൾ കൂടുതലാണ്. മാത്രമല്ല ഈ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് അപകടം ചെയ്യും. സോയയും സോയ മിൽക്കുമൊക്കെ ഐസോഫ്ലാവോനേസ് ധാരാളമായി അടങ്ങിയതാണ്. ഇത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയ്ഡ് ഹോർമോൺ ആഗിരണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതുമാക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.